നമസ്കാരം, മലയാളി വാർത്താ ടോക്കിലേക്ക് സ്വാഗതം. ഷാഫി പറമ്പിൽ ഇപ്പോഴും ഐസിയുവിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട് വരുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം അദ്ദേഹത്തിന് ശസ്ത്രക്രിയ നടത്തിയിട്ടില്ല. എല്ലാം ശസ്ത്രക്രിയ, സിറ്റി സ്കാന് റിപ്പോർട്ട് ഇവയെല്ലാം തന്നെ ഫാബ്രിക്കേറ്റഡ് ആണെന്നാണ് SFIയുടെയും CPMന്റെയും ഒക്കെ തന്നെ വാദം. ഇനി ഈ വാദം പൊളിക്കാനാണോ എന്നറിയില്ല. വിശദീകരണ യോഗം നടക്കുന്നുണ്ട്. 14-ാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം വിശദീകരണ യോഗം നടക്കുന്നുണ്ട്. ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ഈ ഷാഫിയുടെ നെഞ്ചത്തേക്ക് റീത്ത് വെക്കാം എന്നാണ് CPM കരുതുന്നെങ്കിൽ അത് നടക്കുമോ? ആദ്യ ചോദ്യം. രണ്ടാമത്, വിശദീകരണ യോഗം ആരെ വെള്ളം പൂശാൻ വേണ്ടിയിട്ടാണ്? വെറുതെ നിന്ന് ഷാഫിയുടെ നെഞ്ചത്തേക്ക് അല്ലെങ്കിൽ ഷാഫിയുടെ മണ്ടയിലോട്ട് സ്വയം ഷാഫി അടിക്കുകയും ചോര വരികയും മൂക്ക് പൊട്ടുകയും ആശുപത്രിയിൽ പോയി തനിയെ കിടക്കുകയും അഡ്മിറ്റ് ആവുകയും ചെയ്ത കഥയെടുത്ത് പുറത്തു പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന തരത്തിലുള്ള മണ്ടന്മാരല്ലല്ലോ നമ്മുടെ ജനങ്ങൾ ഇതെല്ലാം കൃത്യമായി കാണുന്നില്ലേ? 3, ഷാഫി പറമ്പിൽ ആശുപത്രിയിലാകുന്ന ദിവസമാണ് EDയുമായി ബന്ധപ്പെട്ട് വിവേക് വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദീകരണം ചാനലുകൾ ചർച്ചയാക്കിയെടുക്കുന്നത്. അതിൽ സ്വപ്ന സുരേഷ് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇപ്പോഴാണോ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് അറിയുന്നത് എന്നുള്ളത്? ഷാഫി പറമ്പിലിനെ അങ്ങ് തീർത്ത് കളഞ്ഞാൽ ഇത്തരം വിഷയങ്ങൾ, സ്വർണ്ണപ്പാളി, വിവേകുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഇവയെല്ലാം തന്നെ ഇല്ലാതെയാക്കാം എന്നുള്ള ശ്രമം നമ്മൾ നേരത്തെ ചർച്ചയിൽ പറഞ്ഞതാണ്. കാരണം ഈ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെയൊക്കെ തന്നെ സൈഡാക്കി കഴിഞ്ഞാൽ പല കാര്യങ്ങൾ നടത്താൻ CPMന് കഴിയും എന്നുള്ള ഒരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞു വെച്ചതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഷാഫിയെ കൂടി ഒതുക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ തന്നെ ഒന്ന് സൈഡിൽ കൂടി അതങ്ങ് പൊയ്ക്കോളും എന്ന് വിചാരിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണോ CPM നടത്തിയതെന്നുള്ള ചോദ്യമാണ്. ഇപ്പം ശ്രീജ പറഞ്ഞ ആദ്യത്തെ ചോദ്യത്തിൻ്റെ കാര്യം തന്നെ പറയാം. ഈ CPM സൈബർ പോരാളികൾ നടത്തുന്ന ഷാഫിക്കെതിരെ നടത്തുന്ന ടീം വർക്ക്, അതായത് ഈ അടികൊണ്ട സമയത്ത് ഘോരമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലടക്കം ഇത് മഷിക്കുപ്പിയാണ്, ഇത് സ്വമേധയെ അടിച്ചതാണ്, ഇങ്ങനെ പല രീതിയിൽ ആ പിക്ചറൊക്കെ എടുത്ത് പല രീതിയിലുള്ള ട്രോളുകൾ. നേരത്തെ ഇവിടെ മീശയ്ക്ക് താഴെ ബ്ലഡ് ഇല്ലായിരുന്നല്ലോ, ഇപ്പോൾ എങ്ങനെ വന്നു, ഇങ്ങനെ പല രീതിയിൽ. അവസാനം അഡ്മിറ്റ് ആയപ്പോൾ പിന്നെ മറ്റൊരു തരത്തിലായി ട്രോളുകൾ. ICUന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇട്ട ഡ്രസ്സിലാണോ പോയി സർജറി ചെയ്തത്? ഒന്ന് ആലോചിക്കണം. ഇതിനകത്ത് കുറേ പേരുടെ ഈ സംശയങ്ങൾക്കുള്ള മറുപടി എനിക്ക് പറയണം. കാരണം ഒന്ന് ആലോചിക്കണം, സർജറിക്ക് മുന്നിൽ ചിലപ്പോൾ ആരെങ്കിലും ഫോട്ടോ എടുത്തതായിരിക്കാം പുറത്തുവിട്ട്, ചിലപ്പോൾ എമർജൻസി ആയിട്ട് ചെല്ലുമ്പോൾ ഇത് എന്തിനാണ് ഇത്രയും ദൂരെയുള്ള ഹോസ്പിറ്റലിൽ പോയത് എന്നൊക്കെയുള്ള പലവിധ ചോദ്യങ്ങൾ. അപ്പം നമുക്കൊക്കെ ഒരു ഫ്രാക്ചർ ഉണ്ടായ, ഇപ്പം എൻ്റെ കാലിനൊരു ചെറിയ പൊട്ടലുണ്ടായിട്ടുണ്ട്. അപ്പോൾ പൊട്ടലുണ്ടായി ഞാൻ അന്ന് മൊത്തം ഈ ചതവാന്നും പറഞ്ഞുകൊണ്ടിരുന്നു. പിറ്റേന്നാണ് ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ച് വൈകുന്നേരത്തോടെയാണ് പ്ലാസ്റ്റർ ഇട്ടത്. അപ്പോൾ ഇത് പൊട്ടലാണ്. അപ്പോൾ ഈ പൊട്ടിയതിൻ്റെ ഭാഗത്തുണ്ടായ, മൂക്കിനകത്തുണ്ടായ ചിലപ്പോൾ ബ്ലീഡിങ് ആയിരിക്കാം അപ്പോഴും പുറത്ത് വന്നത്. പിന്നീട് ഐസോ മറ്റെന്തെങ്കിലും അവർ പെട്ടെന്ന് കൊടുത്തിരിക്കാം, അതാണ് നിന്നത്. ഒപ്പം തലയിൽ ഒരു വെള്ളമൊക്കെ ഒഴിക്കുന്ന ഇതുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് ഐസോ മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിരിക്കാം. ഇതിൻ്റെ പുറകെ ആരും ഓടിയിട്ടില്ലല്ലോ, ഈ ക്യാമറകൾ ഓടിയിട്ടില്ലല്ലോ ഇത്രയും ദൂരം. അപ്പോൾ എന്ത് തന്നെയായാലും അവർ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ അവിടെ കിടക്കുന്ന, ഇപ്പോൾ ആദ്യത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമല്ലോ, ചെല്ലുമ്പടി തന്നെ അവർ വേണ്ടുന്ന പ്രിക്കോഷൻസ് ഒക്കെ ചെയ്യും. അപ്പോൾ അപ്പോഴിട്ടിരുന്ന ഡ്രസ്സിനകത്താണ് കുറച്ച് ബ്ലഡേ ഉള്ളൂ. ഇതൊക്കെയാണ് കണ്ടെത്തുന്നത്, കുറച്ച് ബ്ലഡേ ഉള്ളൂ. അവിടെ എവിടെയെങ്കിലും ഇത്രയല്ല ഉള്ളൂ, ഇത്രയും ബ്ലഡ് വേണം. അത് ഓൾറെഡി ഈ പറഞ്ഞതുപോലെ ഷാഫി ഒരു തുവാല കൊണ്ട് ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേയൊക്കെ ഇതെല്ലാം ഒഴിച്ച് വെള്ളമെല്ലാം നനഞ്ഞ് ഡ്രസ്സെല്ലാം ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടെത്തുകയാണ്. എന്നിട്ട് സർജറിക്ക്, അപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നു ആദ്യം ഇവർ പഞ്ഞിയൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ഈ ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്ത് കാണും. ഇത് കണ്ടപ്പം ചോദിക്കുകയാണ്, സർജറി ചെയ്ത് ഇതേ ഡ്രസ്സ് ഇട്ടാന്ന് തോന്നുന്നു. ഓരോരുത്തരുടെ സംശയം. അതിനുശേഷം പിന്നീട് ബ്ലൂ ഇതിട്ട് പുറത്ത് വരുന്നുണ്ട്. അതാണ് ശരിക്കും സർജറി ചെയ്ത് എല്ലാവരും വന്ന് കാണുമ്പം കിടക്കുന്നത്, അതാണ് സർജറി ചെയ്ത്. അപ്പോൾ ഈ ചിലപ്പം ഷാഫിയുടെ കൂടെയുള്ള ആരെങ്കിലും എടുത്ത് ആദ്യത്തെ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇതായിരിക്കും ഇട്ടത്, സർജറി കഴിഞ്ഞു എന്നും പറയും. പക്ഷെ അതല്ല, രണ്ടാമത് ബ്ലൂ ഇത് ഇട്ട് കിടക്കുന്നതാണ് സർജറി കഴിഞ്ഞുള്ള ഇത് കിടക്കുന്നത്. അപ്പോൾ ഉടനെ ചോദിക്കുന്നത്, അനസ്തേഷ്യ കൊടുക്കുമ്പോൾ മീശ പഠിക്കണ്ടേന്ന്. അങ്ങനെയാണെങ്കിൽ സർജറി ചെയ്യുന്ന പുരുഷന്മാരെല്ലാം മീശയും തടിയും അടിച്ച് അനസ്തേഷ്യ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അനസ്തേഷ്യ കൊടുത്ത അല്ല, ഇത് മൂക്കിൽ കൂടെ എന്തായാലും മൂക്ക് പൊട്ടി കിടക്കുന്ന ആൾക്ക് എന്തായാലും മൂക്ക് കൂടെ അനസ്തേഷ്യ കൊടുക്കാൻ പറ്റും, വായി കൂടെ അനസ്തേഷ്യ കൊടുക്കാൻ പറ്റും. അപ്പോൾ അനസ്തേഷ്യ കൊടുക്കുന്ന എല്ലാവരും താടിയും ഇതൊക്കെ, അത് എമർജൻസി വരുന്നത് അത് ഷേവ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും, അതൊന്നുമില്ല. ഇത് 2 പൊട്ടലാണ്. അപ്പോൾ അതിന് ഈ പറഞ്ഞതുപോലെ സർജറി, ചെറിയ ഉള്ളിലൂടെയുള്ള സർജറി മീൻസ് ഈ എല്ല് പിടിച്ച് ഇട്ട് ജസ്റ്റ് പ്ലാസ്റ്റിക് ടൈപ്പായിട്ട് അത് ഫിക്സ് ചെയ്ത് വെക്കുകയായിരിക്കും ചിലപ്പോൾ ചെയ്തിരിക്കും. പൊട്ടലുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും ചെയ്തത്. എന്നിട്ട്
അകത്ത് സപ്പോർട്ടിംഗ് ആയിട്ട് കൊടുക്കും. അപ്പം ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ, അതായത് മൂക്കിനല്ലാതെ ഈ മൂക്ക് ഷേപ്പ് ചെയ്യാൻ സർജറി ചെയ്യുന്നത് പോലെ തന്നെയായിരിക്കാം ചെയ്തിരിക്കുക. കാരണം ഇത് അകത്ത് അവർ പ്ലാസ്റ്റിങ് ഇത് ചെയ്തുകൊണ്ട് ഇതിങ്ങനെ വെക്കുകയാണ്. നമുക്കിടയൊക്കെ കാലിന് പ്ലാസ്റ്റർ ചെയ്യുമ്പം എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പം അല്ലാതെ നല്ല പൊട്ടലുണ്ടെങ്കിൽ അകത്ത് എന്ത് ചെയ്യും, കീറിയിട്ട് ആ എല്ല് കട്ട് ചെയ്ത് കറക്റ്റായിട്ട് ഇത് ചെയ്യും. ഇത് എനിക്ക് തോന്നുന്നു ഇത് അകത്തൂടെ ഇത് ചെയ്തിട്ട് പ്ലാസ്റ്റിങ് ചെയ്തതായിരിക്കാം. അപ്പോൾ ഉള്ള മുറിവുകളെല്ലാം ഇത് ചെയ്തതിന് ശേഷം, കാരണം ഈ മൂക്കെന്ന് പറയുന്ന കാലിനെയും കൈയുടെയും കണക്കല്ലല്ലോ, ഏറ്റവും നേരത്തെ ഒരു സാധനമുള്ള എല്ലല്ലേ അത്. അപ്പോൾ അതിന് ചെറിയൊരു ഇതാണ്. അതിന് ഈ പറയുന്നോണം ഷേവ് ചെയ്ത് ഇതെല്ലാം ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഇത്തരത്തിലുള്ള പലവിധ പരാമർശങ്ങൾ അത് ഡോക്ടർമാർക്ക് അറിയാം. എന്നിട്ട് റിപ്പോർട്ടിംഗ് സഹിതം വന്നപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കിയ റിപ്പോർട്ടാണ്. ഇനി ഇത് എങ്ങനെ, ഇനിയിപ്പോ മൂക്ക് തുറന്ന് കാണിച്ചു കൊടുത്തെങ്കിലേ ഇവരൊക്കെ അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മന്ത്രിയോട് ചോദിച്ച് ആരോഗ്യമന്ത്രിയുടെ നീക്കങ്ങൾ നടത്തി ആശുപത്രിയിൽ നിന്നും കൃത്യമായി തേടാമല്ലോ. അതായത് എക്സ്റേ, ഈ സ്കാനിങ് ഇതെല്ലാം പുറത്തു വിട്ടപ്പോഴും ഇവർക്ക് ഇതൊന്നും വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ തെറ്റായ രീതിയിലാണ് ഈ പറയുന്ന പോലെ തന്നെ സർജറി നടത്തുന്നതാണ് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആരോഗ്യമന്ത്രി വേണ്ടേ പഴിക്കാൻ? കാരണം ഇങ്ങനെ ഒരു സർജറി നടത്തുന്ന ആശുപത്രിയാണ് നമ്മുടെ. വേറൊരു കാര്യം കേൾക്കണം, അതിനോടൊപ്പം ഒരു പയ്യന്റെ കണ്ണ് നമ്മളെങ്ങനെ കാണാം, തൂങ്ങി മാംസം എല്ലാം കൂടെ കിടക്കുന്നത്. ഇതിന് നിങ്ങൾ ഇനി എന്താണ് പറയുന്നത്? അല്ല, തൂങ്ങി ആ പിക്ചറെല്ലാം പല ചാനലുകളും മോർഫ് ചെയ്താണ് ഇട്ടേക്കുന്നത്. അത്രയ്ക്ക് തൂങ്ങി കണ്ണിനെല്ലാം ആ കണ്ണ് പോയി. അതിന് നിങ്ങൾ എന്താണ് പറയുന്നത്? അതിനൊന്നും നിങ്ങൾക്ക് പറയാനില്ലേ? ഉടനെ തന്നെ കുറച്ച് CPM സൈബർ ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് പേര് പണ്ടൊക്കെ അടിയുണ്ട പിക്ചർ ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയിരുന്നു, ഞങ്ങൾക്കൊന്നും സർജറിയുടെ ആവശ്യം വന്നില്ല. ഇത് കൃത്യമായിട്ട് മർമ്മത്ത് രണ്ടെണ്ണം ഇവിടെയും കൂടാ, തൊലിക്കെട്ടി വേറെ ആർക്കും ഇല്ലല്ലോ. അപ്പൊ ഇത്തരത്തില് കിട്ടിയതിനെ എങ്ങനെ ഈ കിട്ടുന്ന ആനയെ എങ്ങനെ അത് ആടാക്കണം എന്നുള്ള രീതിയാണ് CPM. അതെന്തോ ആയിക്കോട്ടെ, ജനത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇനി എല്ല് ഒടിഞ്ഞില്ലേലും ആദ്യം നിങ്ങൾ പറഞ്ഞു അടി കിട്ടിയിട്ടില്ല, അത് വന്നപ്പോൾ നിങ്ങൾ പറയുന്നു മറ്റെന്തെങ്കിലും. എന്തായാലും അടി കിട്ടിയെന്നുള്ള കൃത്യമായിട്ട് വീഡിയോ സഹിതമുണ്ട്. അത് മതി. ഒരു MBA നിങ്ങൾ അടിച്ചല്ലോ, അത് മതി, അത്രയും മതി. ബാക്കി അവിടെ ഉദ്യോഗസ്ഥ തീഹാർ ജയിലിലേക്കായിരിക്കും ഇനി പോവുക എന്നൊക്കെ പറഞ്ഞ ചില നിരീക്ഷണം. അല്ല, ഷാഫിയെ തീഹാർ ജയിലിലോട്ട് എങ്ങനെയാണ് അയക്കുന്നതെന്ന് ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി. ഇനി രണ്ടാമത്തെ കാര്യം, ഇനി ഇവരുടെ വിശദീകരണ യോഗം, അതാണ് ശ്രീജ കടുകട്ടിയായിട്ട് ഇനി വരുന്നത്. എന്തിനും ഒരു യോഗം കൂടുക, അനാവശ്യമായിട്ട് കുറേ പേര് കയറുക, ചായയും വടയും കഴിക്കുക, ഇറങ്ങുക. അവരൊരു നേരത്തെ ഒരു രൂപം വെച്ചിട്ടുണ്ട്, എന്താണ് മാധ്യമങ്ങളോട്, എന്താണ് ജനത്തിനോട് പറയേണ്ടത്. ഇതിനി വരാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഇത് അബദ്ധത്തിൽ കൊണ്ടതാണ്, അല്ലെങ്കിൽ അബദ്ധത്തിൽ ഇത് വന്നതാണടി, ഷാഫിയാണെന്ന് കണ്ടില്ല, ഏതായാലും തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു, വിത്ത് സാലറി ആയിട്ട് സസ്പെൻഡ് ചെയ്യും ആ ഉദ്യോഗസ്ഥനെ. എന്നിട്ട് കുറച്ച് മാസം കഴിഞ്ഞിട്ട് തിരിച്ചെടുക്കും. ഇതാണ് സംഭവിക്കുക. ഒരു MBAക്ക് ഇത്രയും ക്രൂരമർദ്ദനം കിട്ടിയ പോലീസ് ഉദ്യോഗസ്ഥന് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം, ശ്രീജിത്ത് ഇവിടെ സെക്രട്ടേറിയറ്റിൽ കിടന്ന ശ്രീജിത്ത് സ്വന്തം അനിയന് വേണ്ടിയിട്ട് 7 കൊല്ലം 8 കൊല്ലമായിട്ട് പോരാടുവാണ്. ഇപ്പം ഡൽഹി മുതൽ ഇങ്ങോട്ടേക്ക് സൈക്കിൾ യാത്ര നടത്തിക്കൊണ്ടിരിക്കുക. ആ ഒരു മനുഷ്യന്റെ സ്വന്തം അനിയന് വേണ്ടിയിട്ട് ഇത്രയും 7 കൊല്ലമായിട്ട് പോരാടിയിട്ട് കിട്ടാത്തതായി ഇനി ഷാഫി പറമ്പലിന് പിണറായി വിജയൻ സർക്കാർ കൊടുക്കുന്നു. ഒന്നും നടക്കാൻ പോകുന്നില്ല. മറ്റേ ആ പയ്യന്റെ കണ്ണുപോയി. എന്താണ് ഇവരിത് ചെയ്യാൻ പോകുന്നത്? ആർക്കെതിരെയാണ് ഇവരിത് ചെയ്യാൻ പോകുന്നത്? ഒന്നും നടക്കുന്ന കാര്യമല്ല. ഇത് കുറച്ച് നാളത്തേക്ക് സസ്പെൻഡ് ചെയ്യും, വിത്ത് സാലറി ആയിട്ട് സുഭിക്ഷമായിട്ട് ഭാര്യയും മക്കളുമായിട്ട് ഇതേ ഉദ്യോഗസ്ഥർ വീട്ടിൽ സുഖവാസം നടത്തും. വേണമെങ്കിൽ CPM പാർട്ടി അവർക്ക് വേണ്ടുന്നതും കൂടെ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കും. ടിക്കറ്റും കൂടെ ബുക്ക് ചെയ്ത് കൊടുക്കും. 6 മാസം കഴിഞ്ഞ് ലോലുഭമായിട്ട് വേണമെങ്കിൽ വിത്ത് പ്രമോഷനായിട്ട് ഈ പറഞ്ഞതുപോലെ പോലീസിൽ വിലസും. പക്ഷെ ഒന്ന് ചിന്തിക്കുക, ഷാഫി പറഞ്ഞൊരു കാര്യമുണ്ട്, ആയുഷ്കാലം പിണറായി വിജയന്റെ പോലീസായിട്ട് നിങ്ങൾ കരുതണ്ട, ഞങ്ങളും വരും ഭരണത്തിൽ. ഇവരെ എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷാഫിയെ കൃത്യമായി അടിച്ചത് ആരാണെന്ന് ഷാഫിക്ക് കൃത്യമായിട്ട് അറിയാം. ആരൊക്കെ എപ്പോഴൊക്കെ കോൺഗ്രസിനെ അതിക്രമിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ടെന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം അവർക്കുണ്ട്. അവര് തിരിച്ചു ഭരണത്തിൽ വരുമ്പോൾ ഇതേപോലുള്ള ചില പ്രവർത്തനങ്ങൾ പോലീസുകാരുടെ ഇടയിൽ നടത്തും. അതായത് ഇപ്പോൾ യോഗം ചേരാൻ പോകുമ്പോൾ 14-ാം തീയതി വൈകുന്നേരം യോഗം ചേരാൻ പോകുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം ഇതുപോലൊരു യോഗം അല്ലെങ്കിൽ ഒരു പ്രതിഷേധ പ്രകടനത്തിൽ നിന്നാണല്ലോ. SFIയുടെ ആ ഒരു പ്രകടനത്തിൽ നിന്നുമാണ് പ്രതിഷേധങ്ങൾ ഉണ്ടാകാനായി തുടങ്ങിയത്. ഇതുപോലൊരു യോഗം ഈ ഒരു ഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന പോലീസിനെതിരെ കൃത്യമായ നടപടി സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലീസിന്റെ വീട്ടിൽ കയറി മാർച്ച് നടത്തുമെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസ്
കോൺഗ്രസ് അത്രയും ശക്തമായ രീതിയിൽ വൈകാരികമായി അടക്കം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ ഒരു മാർച്ച് അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രതിഷേധ യോഗം നടക്കുമ്പോൾ വിശദീകരണ യോഗം നടക്കുമ്പോൾ അവിടേക്ക് ഒരു മാർച്ചായി വരാനോ അത് വലിയൊരു കയ്യാങ്കളിയിലേക്ക് പോകാനും സംഘർഷത്തിലേക്ക് പോകാനും ഇന്നിപ്പോൾ ഷാഫി എന്നുള്ളത് നാളെ മറ്റ് നേതാക്കളായി മാറാനുമുള്ള സാധ്യതയുണ്ടല്ലോ. ക്രമസമാധാനം മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഇല്ലാതെയാക്കാനുള്ള ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? നോക്കൂ ശ്രീജ, ഷാഫി എന്താണെന്ന് CPM കൃത്യമായിട്ട് അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഷാഫിയുടെ നേരെ ഈ ആക്രമണവും നടത്തിയത്. ഷാഫിക്ക് നേരെ കൈ ഓങ്ങിയാൽ എന്താണ് സംഭവിക്കുന്നത് ഇതിനു മുന്നേയും പാർട്ടി കണ്ടിട്ടുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഷാഫിക്ക് നേരെ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാക്കിയത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിലും വലിയ വിഷയങ്ങൾ ഇപ്പുറത്ത് പിണറായി വിജയൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്നും അറിയാത്തതും അറിഞ്ഞതുമായിട്ടുള്ള, എന്നാൽ മാധ്യമങ്ങൾ വലിയ ചർച്ച ചെയ്യാത്തതുമായിട്ടുള്ള ചില വിഷയങ്ങൾ ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, മകന് നേരെയുള്ള EDയുടെ ഒരു സമൻസ് 2 വർഷക്കാലമായിട്ട് മുക്കി വെച്ചത് എന്തിനെന്നൊരു ചോദ്യം. അമിത്ഷായെ പോയി കണ്ടത് എന്തിനാണ്? ഇനി വരുന്ന 29-28 ദിവസങ്ങളിൽ മാസപ്പടി കേസുമായിട്ട് ബന്ധപ്പെട്ട അന്തിമ വാദം നടക്കാനിരിക്കുകയാണ് ഹൈക്കോടതി. ഇനി അത് കേന്ദ്രത്തിന് തടഞ്ഞു വെക്കാനാവില്ല എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ കേന്ദ്രത്തിന്റെ നിർദ്ദേശം. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ധൃതി പിടിച്ച് മുഖ്യമന്ത്രി ഇത്തരത്തിൽ അമിത്ഷായെ പോയി കണ്ടത്. അപ്പൊ അവിടെ നിന്നും അത്ര വലിയ കോളിലല്ല തിരിച്ചു വന്നത്. കാരണം സൗദി വിദേശ പര്യടനം ഉൾപ്പെടെ ഇപ്പൊ കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ പോയി സുഖിക്കേണ്ട. ഇപ്പോൾ ഈ ഒരു സമൻസ് പോലും പുറത്തു വിട്ടത് എത്തരത്തിലാണ്, മനോരമയ്ക്കാണ് കിട്ടിയത്, എത്തരത്തിലാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു BJP CPM കൂട്ടുകെട്ട് ഉണ്ട് എന്ന് ഉള്ള പരസ്യമായ ഒരു രഹസ്യമായി തന്നെ ഇപ്പൊ നിൽക്കുന്നു. ഇപ്പൊ ഈ ഒരു സംഗതിയും കൂടെ വന്നപ്പോൾ, കാരണം സാധാരണ EDയുടെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ED ദുൽഖർ, പൃഥ്വിരാജ്, അത് മാത്രമല്ല നാഷണൽ ഹെറാൾഡ് കേസൊക്കെ വന്നപ്പോഴും അരവിന്ദ് കെജ്രിവാളിന്റെ കേസൊക്കെ വന്നപ്പോൾ പരസ്യമാക്കുമായിരുന്നു ED ഉദ്യോഗസ്ഥർ ചെയ്തിരുന്നത് അല്ലേ. EDയിൽ നിന്നുള്ള ചില ആൾക്കാർ പോലും ചിലപ്പോൾ ചില കേസുകൾ പരസ്യമാക്കും നേതാക്കന്മാർക്കെതിരെയുള്ള. അപ്പോൾ ഒറ്റ നേതാവിനെയും വിടാതെ പിന്തുടർന്ന ED എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനും മകൾക്കുമെതിരെ ഇത്തരത്തിൽ ഒരു കവറേജ് പോലെ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിച്ചുകൊണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്തിന് എന്നൊരു ചോദ്യം ഒരുപക്ഷെ പ്രതിപക്ഷം മാത്രമല്ല BJPയിലെ പല നേതാക്കന്മാരും ചോദിക്കുന്നുണ്ട്. അവർ പോലും അറിഞ്ഞിട്ടില്ല. CPM പോലും ചോദിക്കുന്നത്. CPMന്റെ ഒരു അവിടെ നിന്ന് വരുന്ന സൂചനകൾ എന്ന് വെച്ചാൽ മകളുടെ കാര്യം അവർ അറിഞ്ഞിരുന്നു, പാർട്ടി അറിഞ്ഞിരുന്നു ഇങ്ങനെ ഒരു സംഗതി വരാനിരിക്കുന്നു എന്നുള്ളത്. പക്ഷെ മകന്റെ കാര്യം ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തു വിട്ടപ്പോഴാണ് പല CPM നേതാക്കളും അറിയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് മകനെ പ്രൊട്ടക്ട് ചെയ്ത് പിണറായി വിജയൻ നിർത്തിയത് ഈ 2 വർഷക്കാലം? നമുക്കറിയാം അന്ന് ശിവശങ്കർ ഈ ഒരു കേസുമായിട്ട്, ഈ ലൈഫ് മിഷൻ കേസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യും. 3 ദിവസത്തെ ചോദ്യം ചെയ്യലിന്റെ ഇടയിലാണ് മകന് ഇത്തരത്തിലുള്ള ഒരു സമൻസ് അയച്ചത്. ഈ പറഞ്ഞതുപോലെ സ്വപ്ന സുരേഷ് വീണ്ടും ചോദിച്ചു, നിങ്ങൾ ഇപ്പോഴാണോ അറിയുന്നതെന്ന്. ഇതെല്ലാം സ്വപ്ന സുരേഷ് ഒരിക്കൽ പറഞ്ഞതാണ്. ഇനി വരാനിരിക്കുന്നു വലിയ ഭൂകമ്പമൊന്നും കൂടി സ്വപ്ന സുരേഷ് ഇട്ടിട്ടുണ്ട്. മാത്രമല്ല ഇത് സ്വപ്ന ED ഉദ്യോഗസ്ഥർ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ പോയ ദിവസം ഞാൻ പറഞ്ഞു തരാം, അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുക, പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലഭിക്കും എന്നുള്ള. അപ്പൊ ഇത് കൃത്യമായിട്ട് മാത്രമല്ല UAEയിലും മകന് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പല പദ്ധതികളും മുഖ്യമന്ത്രി പദവി ഉപയോഗിച്ച് അദ്ദേഹം ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉൾപ്പെടെ സ്വപ്ന സുരേഷ് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ എന്ത് തരത്തിലുള്ള അന്വേഷണമാണ് മകനിലേക്ക് നീങ്ങിയത്? എന്തുകൊണ്ട് മകൻ ഹാജരായില്ല? ഒന്നാമത് ഒരു സമൻസ് അയക്കും, അത് കൈപ്പറ്റിയില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് മൂന്നാമതും അയക്കും. 3 സമൻസുകൾ അയച്ചിട്ട് അദ്ദേഹം ഹാജരായില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? പോയി റെയ്ഡ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. ആ റെയ്ഡിൽ ഒന്നും കണ്ടെത്തിയില്ല, അദ്ദേഹം നിരപരാധി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വിട്ടയക്കും. ഇങ്ങനെയാണ് അതിന്റെ ഓർഡർ. പക്ഷെ ഇത് 1ാം സമൻസ് അയച്ചതിന് ശേഷം പിന്നെ EDയുടെ അനക്കമില്ല. എന്താണ് അവിടെ സംഭവിച്ചത്? ആരാണ് മകനെ പ്രൊട്ടക്ട് ചെയ്ത്? പിണറായിയെ പ്രൊട്ടക്ട് ചെയ്തത് ആര്? ഒരു പക്ഷെ CPMയിലെ പല നേതാക്കന്മാർക്കും അറിയാത്ത ഈ ഒരു സംഭവം മുഖ്യമന്ത്രി ആര് വഴി മറച്ചു വെച്ചു എന്നുള്ളത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യമുണ്ട്. കേന്ദ്രവുമായി ഒരു വല്ലാത്ത ബന്ധം, ഒരു വല്ലാത്ത സൗഹൃദം, ഒരുപക്ഷെ മറ്റാരും അറിയാത്ത ഒരു സൗഹൃദം പിണറായി വിജയനുണ്ട്. അല്ലാതെ കേന്ദ്ര ഏജൻസികളെ ഇത്രത്തോളം കവർ ചെയ്യാൻ പറ്റില്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. 7.5 വർഷമാണ് ലാവ്ലിൻ കേസ് നടക്കുന്നത്. സുപ്രീം കോടതിയിൽ കിട്ടുകയാണ്. ഇതുവരെ സുപ്രീം കോടതിയിൽ അപ്പീൽ ചെയ്തിട്ട് ഇതുവരെ ഒന്ന് വിളിപ്പിക്കുക പോലും ചെയ്തിട്ട് 7.5 വർഷം. ഒന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണ വ്യക്തിക്ക് ഒരു കേസ് ഉണ്ടായാൽ 3-ാം പക്കം വിളിപ്പിക്കും അല്ലേ, അത് കോർട്ടിൽ ചെല്ലും. പക്ഷെ 7.5 വർഷമൊക്കെ ഒരു കേസ് തള്ളി മുന്നോട്ട് പോകാന്ന് വെച്ചൊന്ന് ആലോചിച്ചു. മാസപ്പടി 24 തവണയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ 28 ഇനി മാറ്റി വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞത്. 28-29 തീയതികൾ ഇനിയിപ്പോൾ അതിന്റെ അന്തിമ വാദം കേൾക്കേണ്ടതായിട്ട്. അപ്പൊ ഈ പറഞ്ഞതുപോലെ CBI അപ്പീൽ കൊടുത്ത കേസുകൾ പോലും ദുർബലമായിട്ടുള്ള കേസുകൾ എന്ന് പിണറായി വിജയൻ അല്ലെങ്കിൽ പിണറായി സർക്കാരിന് വേണമെങ്കിൽ പറയാം. ഇത് ഞങ്ങളുടെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ടാണ് എന്ന് പറയുമ്പോഴും പക്ഷെ അവിടെ ഒരു ചോദ്യം ഉയരുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ ചോദിക്കുന്നത്,
നമ്മുടെ നിയമവ്യവസ്ഥയിലേക്കാണ്, നമ്മുടെ സുപ്രീം കോടതിയിലേക്കാണ്. ഇത്രയും തെളിവുകൾ സഹിതം മാസപ്പടി വിവാദ കേസും ഈ ലാവ്ലിൻ കേസ്, പിന്നെ ഇപ്പൊ ലൈഫ് മിഷൻ കേസ്, ഇങ്ങനെ നിരവധി കേസുകൾ മുഖ്യമന്ത്രിക്കും മക്കൾക്കും എതിരെ, കുടുംബത്തിനുമെതിരെ വന്നിട്ട് ഒരു തവണ പോലും ഇത് ഹാജരാകാത്ത രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ, സുപ്രീം കോടതിയിൽ ഏറ്റെടുത്ത കേസ് പോലും ഹാജരാകാതെ പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പിന്നെ ആ കേസ് നിർത്തലാക്കിക്കൂടാ? ഇല്ല, ഇങ്ങനെ ഒരു കേസില്ല. അതിന്റെ വിധി എന്തുകൊണ്ട് വരുന്നില്ല? 7.5 വർഷമായിട്ട് ഒരു കേസിന്റെ വിധി വരുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ കോടതിയെ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് കോടതി മാറിയിരിക്കുന്നു. ഇവിടെ പ്രൊട്ടക്ട് ചെയ്ത ആരാണ്? അതായത് കഴിഞ്ഞ 9 വർഷമായിട്ട് അമിത്ഷായെ കാണാൻ മുഖ്യമന്ത്രിക്ക് അവസരം ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇത്തവണത്തെ സന്ദർശനത്തിൽ ആദ്യ കൂടിക്കാഴ്ചയിൽ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്താനുള്ള അനുമതി അമിത്ഷാ നൽകിയിരുന്നില്ല. എന്നാൽ നിതിൻ ഗഡ്കരി വഴിയാണ് അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്നു. എന്നാൽ സാധാരണഗതിയിൽ ചരിത്രത്തിൽ ആദ്യമായി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. വീട്ടിലേക്ക് ക്ഷണിച്ചു നിർത്തിയിട്ടാണ് ഒപ്പമുണ്ടായിരുന്ന മറ്റ് 2 മന്ത്രിമാരെ മാറ്റി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി മാത്രം അവിടേക്ക് പോകുന്നു, സംസാരിക്കുന്നു. ഇവിടെ അമിത്ഷായും കൂടി ഒരു നിഴലായിട്ടാണ് അത് പലരും പറയുന്നത്. കാരണം അമിത്ഷാ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നത് വെറുതെ അല്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഇത്രയും നാളും അമിത്ഷാ അടക്കമുള്ളവരെ കൃത്യമായ ഈ ഒരു കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കൃത്യമായ നിരീക്ഷണം അവരാണെന്ന് മനസ്സിലാക്കുകയും, എന്നാൽ അമിത്ഷാ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി, പിണറായി വിജയന് വേണ്ടി കളികൾ നടത്തുന്നുവെന്ന് ജനങ്ങൾക്ക് വിശ്വസിക്കേണ്ട ഒരു ഗതികേടിലെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നുവെന്ന്. തീർച്ചയായും നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ തകിടം മറിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ കളികൾ, രാഷ്ട്രീയ തന്ത്രം. പിണറായി വിജയൻ ഒരിക്കലും ജനത്തെ സേവിച്ചിട്ടില്ല എന്ന് ഞാൻ പച്ചയ്ക്ക് പറയും. കാരണം അദ്ദേഹത്തിന് വലുത് അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ മക്കൾ, അദ്ദേഹത്തിന്റെ സേഫ് സോൺ, ഇത്രമാത്രം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പാർട്ടിയും ബാക്കി എന്തും. അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു അദ്ദേഹം അറിയാത്ത കേസാണ് എന്ന് പറയാൻ പറ്റത്തില്ല. മകൾക്കും മകനും അദ്ദേഹം ഒപ്പം ചേർന്ന് നിന്നുകൊണ്ടുള്ള പല വിവാദങ്ങളിലേക്കാണ് വന്നത്. ഇത് കൃത്യമായ മറുപടി പോലുമില്ല. ഞങ്ങൾക്കെതിരെ ഒന്നുമില്ലല്ലോ, എനിക്ക് എന്തുകൊണ്ട് കോടതി വിളിപ്പിക്കുന്നില്ല, എന്തുകൊണ്ട് ഇത് ചെയ്യുന്നത്? ഇത് ഈ കള്ളത്തരങ്ങളും ഇതും പൊതുജനത്തിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു ജനാധിപത്യ വ്യവസ്ഥ ഇത് ഉൾപ്പെടെയാണ് മാറുന്നത്. ഇന്ന് ഞാൻ മറ്റൊരു കാര്യം എനിക്കറിയാൻ പറ്റും. നമ്മുടെ വിവരാവകാശ കമ്മീഷനിൽ പോയി ഒരു 10 രൂപ പത്രത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് നമുക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട എന്ത് സംഗതി നമുക്ക് കിട്ടാം? ഏകദേശം ലക്ഷക്കണക്കിന് ഇത്തരത്തിലുള്ള അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത്. ലോട്ടറി അടിച്ചാരാന്ന് പോലും അറിയാൻ വേണ്ടി വിവരാവകാശം കൊടുത്ത ടീംസ് ഉണ്ട്. അതെ. അപ്പം ലക്ഷക്കണക്കിന്. അപ്പൊ ഇന്ന് പലത് ഈ ഇടിയുടെയൊക്കെ കാര്യം ഇത്രയും മാധ്യമങ്ങൾ കുത്തി ആരുടെ ബാത്റൂമുകളിൽ പോയി പോലും ക്യാമറ വെക്കുന്ന മാധ്യമങ്ങൾ 2 കൊല്ലമായിട്ട് അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവർ എന്തുമാത്രം ഹൈഡ് ചെയ്ത് വെച്ചു എന്നുള്ളത്. അപ്പൊ ഇടി ഇത് പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ളത്. അപ്പൊ എന്തായാലും ഇതിപ്പോൾ പുറത്ത് വന്നതിന്റെ ലക്ഷ്യം ഇനി BJP തന്നെ പുറത്ത് വിട്ടതാണോ എന്ന് ഒരിക്കലുമല്ല. BJP എങ്ങനെ പുറത്തു വിടാൻ സാധ്യതയില്ല. ഇത് മറ്റേതോ വഴി മനോരമ പത്രം പുറത്തു വിട്ടത് തന്നെയാണ്. പക്ഷെ ഇതിപ്പോൾ ഇതെല്ലാം ഇപ്പൊ നമ്മൾ ഷാഫി പറമ്പിന്റെ കാര്യം വന്നപ്പം പിണറായിയിലെ തൃശങ്കുവിൽ നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. അദ്ദേഹത്തിന് ഈ മകന്റെ പേരിലുള്ളത് അമർച്ച ചെയ്യണം. കാരണം ഇനി അദ്ദേഹത്തിന് 19 വയസ്സായി. അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ട് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളും വളരെ ബുദ്ധിമുട്ടാണ്. ഇനി ഒരു 6 മാസം കഴിഞ്ഞാൽ CPM വരുമോ എന്നുള്ളത് അറിയില്ല. വരാതിരിക്കുന്ന കോൺഗ്രസ് ഇതെല്ലാം എടുത്തിട്ട് പൊക്കി അടിച്ച് അർമാദിക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് കൃത്യമായിട്ട് അറിയാം. അതിനു മുന്നേ ഈ മകന്റെയും മകളുടെയും പേരിലുള്ള കേസുകൾ എങ്ങനെ ഒഴിവാക്കണം, തന്റെ പേരിലുള്ള കേസുകൾ എങ്ങനെ ഒഴിവാക്കി സേഫ് ആയിട്ട് ഇനി ബാക്കിയുള്ള ശിഷ്ട ജീവിതം സുഖസുഭിക്ഷമായിട്ട് കഴിയണം എന്നാണ് മുഖ്യമന്ത്രിയുടെ ആഗ്രഹം. പക്ഷെ അത് നടക്കുന്നില്ല ഒരു ഭാഗത്ത്. ഇതിനിടയ്ക്ക് കള്ളനായ മുഖ്യമന്ത്രി, ശബരിമലയെ അയ്യപ്പനെ മോഷ്ടിച്ച മുഖ്യമന്ത്രി എന്നൊരു പേര് ദോഷം പൊതുജനത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതെങ്ങനെ മറയ്ക്കണം എന്നുള്ളൊരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി നെട്ടോട്ടമോടുകയാണ്. എവിടെയും ഒരു ആശ്രയമില്ലാത്ത രീതിയിൽ ആരോടും പരാതി പോലും അല്ലെങ്കിൽ ആരോടും ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം നെട്ടോട്ടമോടുകയാണ്. ഈ ചിരിച്ച് വളരെ ശാന്തനായി ഇരിക്കുന്ന മുഖ്യമന്ത്രിയല്ല, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു വലിയൊരു തിര തന്നെയുണ്ട്. അപ്പൊ അതിന് എങ്ങനെ ഇതെല്ലാം ഒന്ന് കൺവെർട്ട് ചെയ്യണം? കാരണം ഇതൊന്ന് ജനങ്ങളുടെ ശ്രദ്ധ ഒന്ന് മാറ്റി പിടിപ്പിച്ചെങ്കിൽ മാത്രമേ ഇതെല്ലാം ഒന്ന് ഒതുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇനി വരുന്ന കാര്യങ്ങൾ അതിന് നേരെയാണ്. ഷാഫിയെ ഒന്ന് ആക്രമിച്ചാൽ അത് ജനമിളകുമെന്ന് കൃത്യമായിട്ട് മുഖ്യമന്ത്രിക്ക് അതിന് പ്ലാൻ ചെയ്ത് ഷാഫിക്ക് നേരെ ഷാഫിയെ വന്ന്, ഒരുപക്ഷെ ഷാഫി ആയിരിക്കും അല്ലെങ്കിൽ മറ്റാരും ആയിരിക്കാം, ഷാഫി വരുമെന്ന് അറിഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്ത് ഷാഫി ആ വലയിലേക്ക് കൊണ്ടുവന്നിടുകയും കൃത്യമായിട്ട് കൊടുക്കുകയും ജനം അതിലേക്ക് ഒരു പക്ഷേ ഇന്നലെയും ഒക്കെ മകന്റെ കേസ് ഇങ്ങനെ വിവാദമാകേണ്ടടുത്ത് അത് തണുത്ത് വേറൊരു രീതിയിലേക്ക് കൺവെർട്ട് ചെയ്ത് പോയിരിക്കുകയാണ്. ഇപ്പൊ ഷാഫിയുടെ നേരിലേക്കാണ്. ഇനിയുള്ളത് ശബരിമല വിഷയമാണ്. മകന്റെ ഒരു വിഷയം അങ്ങനെ വലിയൊരു ചർച്ചകളിലേക്ക് വരുന്നില്ല. ഇനി ഏതെങ്കിലും വരുവാണെങ്കിൽ ഇത് ഇടിച്ചു കയറി വരും.
സ്വാഭാവികമായിട്ട് മാധ്യമങ്ങളും മലയാളികളും അങ്ങനെയാണ്, ഒന്ന് കെട്ടുമ്പോൾ മറ്റൊന്ന് മറക്കുന്ന ഒരു സ്വഭാവം. അപ്പൊ ഇത് കൃത്യമായിട്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ കൃത്യമായിട്ടുള്ള ആ ഒരു തന്ത്രം, അദ്ദേഹത്തിന്റെ കുശാഗ്ര ബുദ്ധി പലപ്പോഴും വിജയിച്ചാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഷാഫിയിലേക്ക് പോയി, ഇനി സ്വാഭാവികമായിട്ട് ഇനി ഷാഫിക്ക് എതിരെയുള്ള ആ പോലീസിന്റെ ഇത് നടപടി ചിലപ്പോൾ കുറച്ച് കഠിനമായിട്ടുള്ളൊരു നടപടി എടുക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പം ഈ ഞാൻ പറഞ്ഞതുപോലെ സസ്പെൻഷനിൽ വിത്ത് സാലറി ആയിട്ട് കുറച്ച് നാൾ വിടും, അത് അങ്ങനെ അങ്ങ് ആറി തണുക്കും. തെരഞ്ഞെടുപ്പ് ഇനി അടുത്തത് കോൺഗ്രസിനിട്ട് തൽക്കാലം ഒരു കൊട്ടു കൊടുക്കാൻ പിണറായി വിജയൻ നിൽക്കത്തില്ല. സ്വന്തം കാര്യം ഇനിയിപ്പോൾ നോക്കണം, കാരണം സ്വന്തം കാല് നിലത്ത് കുത്തിയെങ്കിലല്ല അദ്ദേഹത്തിന് ബാക്കിയുള്ളവരെ ഒന്ന് ചൂണ്ടയ്ക്ക് ഇടാൻ പറ്റും. അപ്പം ഇനിയിപ്പോൾ ഇത് മകന്റെ കാര്യം എങ്ങനെയാണ്, അതെന്തായാലും ഇനി പുറത്ത് വരത്തില്ല, കാരണം ED അന്വേഷണം നിർത്തിയല്ലോ. മകളുടെ കാര്യത്തിൽ സേഫ് സോണായി. ഇനി മാസപ്പടി വിവാദത്തിൽ ഇനിയിപ്പോൾ ഈ ഒരു 29-28 എന്താണ് അന്തിമ വാദം എന്നുള്ളത് നമുക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അത് മകൾക്കെതിരെയുള്ള ഏതെങ്കിലും ഒരു ഇത് വരുവാണെങ്കിൽ തിരികെ മകനിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് എങ്ങനെ ഒതുക്കണം എന്നുള്ള ഒരു നെട്ടോട്ടത്തിലാണ് പിണറായി വിജയൻ. ഏതായാലും സൗദിയെ സന്ദർശനം ഇപ്പൊ തൽക്കാലം നിർത്തിവെച്ചെങ്കിലും അതും പോകാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. കാരണം ഇത് വേണമല്ലോ, ദുട്ട് വേണമല്ലോ, പണം വേണമല്ലോ, അതിനു വേണ്ടി തന്നെയാണ്. ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ്. ഇപ്പൊ ഷാഫിക്ക് നേരെയുള്ള ഒരു ആയുധം ശരിക്കും അത് മനഃപൂർവ്വം ഷാഫിയെ ഒന്ന് ഇതാക്കണം, എന്നാ പിന്നെ പറഞ്ഞോണം തല്ലിക്കൊല്ലെങ്കിൽ ചാവുകയാണെങ്കിൽ അത്രയും നല്ലത് എന്നുള്ള രീതി. കാരണം അങ്ങനെയെങ്കിലും പോകുന്നെങ്കിൽ പോട്ടെ, അപ്പം ജനം അങ്ങോട്ട് തിരിയുമല്ലോ എന്നുള്ള തരത്തിൽ. പക്ഷേ അതിനേക്കാൾ അപ്പുറം ഇവിടെ പല വിഷയങ്ങളും ഒന്നും മറയ്ക്കണം, ഷാഫിയിലേക്ക് ജനം തിരിയണം എന്നുള്ള തരത്തിലാണ്. ഇന്നലെ മുതൽ SFIയിലെ ചില ലോക്കൽ കുറച്ച് നേതാക്കന്മാരൊക്കെ തല പൊങ്ങിക്കൊടുത്ത് രാഹുൽ ഷാഫിക്ക് നിഴലായിട്ട് രാഹുൽ ഇപ്പോൾ പൊന്തി വരുന്നത്. എന്തൊരു പൊന്താൻ, അല്ലെങ്കിലും പൊന്തി നിൽക്കുകയാണ്. ഇനി എന്തോന്ന് പൊന്താന്? അല്ല, ഞാനതാ ചോദിക്കുന്നത്. ഷാഫിയുടെ നിഴല് അല്ലെങ്കിൽ ഷാഫിയുടെ ഇതിലൊന്നും രാഹുലിന് നിൽക്കുന്നത്. രാഹുലിൻ്റെതായ ഒരു ഇതുണ്ട്, ഷാഫിക്ക് ഷാഫിയുടെ. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവരെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം രാഹുൽ ഇന്നലെ എന്താണ് ഏതോ ഈ പാലക്കാട് തന്നെയുള്ള ഒരു പൊതുമണ്ഡലത്തിലൊക്കെ പ്രവർത്തനം തുടങ്ങി. രാഹുൽ വീണ്ടും ചർച്ച, രാഹുൽ അല്ലെങ്കിലും ചർച്ചയാവും. അത് പാലക്കാട് MLA ആണ്. നിങ്ങൾ വേറെ പണി നോക്കുക, അല്ല ചുമ്മാ ഷാഫി കിടക്കുന്നതിന്റെ അടുത്ത് വന്നിരുന്ന രാഹുൽ പിക്ചർ ഇട്ട് കണ്ട നേഴ്സുമാരോട് ഭയങ്കര ട്രോളുകളാണ്. എന്തൊക്കെ ഇനി കാണിച്ചാലും അത് ജനത്തിനറിയാം. ജനം ഒരു പരിധി കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ഇത്. എന്തുകൊണ്ടാണ് ജനത്തിന് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഈ കേസ്, ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് ചോദിക്കാത്തത്? ഇതിന് മാസപ്പടി വിവാദ കേസ് വരുന്നു, ലാവ്ലിംഗ് കേസ് വരുന്നു, പിന്നെ ഈ പറഞ്ഞ ലൈഫ് മിഷൻ പദ്ധതി കേസ് വരുന്നു, സ്വന്തം കുടുംബത്തിന് നേരെയാണ്. ഇതൊന്നും ആർക്കും ചോദിക്കാനില്ല. രാഹുൽ എങ്ങോട്ട് പോകുന്നു? രാഹുൽ ഏതെങ്കിലും സ്ത്രീകളെ ലൈൻ ഇടുന്നുണ്ടോ, പ്രണയിക്കുന്നുണ്ടോ, ആരെങ്കിലും വീട്ടിൽ പോകുന്നുണ്ടോ? ഇത് അന്വേഷിക്കാതെ അത് രാഹുലിന്റെ പാലക്കാട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യട്ടെ. ഇതിനിടയ്ക്ക് വയനാട് ദുരിതാശ്വാസം അത് കോൺഗ്രസ് ചെയ്തോളും. അവർക്ക് 80 ലക്ഷം രൂപ വെച്ചൊന്നും ആർക്കും വീട് വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല. അവർ ഫണ്ട് സ്വരൂപിച്ച് അവർ ചെയ്തോളും. ചെയ്യുമ്പോൾ നിങ്ങൾ ഇനി എന്ത് പറയും? ഇതിപ്പം ഷാഫിക്ക് അടി കിട്ടിയില്ല എന്ന് പറയുന്നു, മഷുകുപ്പിയാന്ന് പറഞ്ഞ് കിട്ടിയെന്ന് വന്നപ്പം പറയുന്നത് അത് മൂക്കിന്റെ ഇവിടെയാണോ ബ്ലഡ് എന്തുകൊണ്ട് ഇങ്ങനെ വന്നില്ല, ഇങ്ങനെ എന്തിനാണ് സർജറി ചെയ്തത്, എന്നാ പിന്നെ മുഖം മൊത്തത്തിൽ അങ്ങ് മൂടിക്കെട്ട സർജറി ചെയ്തിട്ട്. ഇത് സത്യം പറഞ്ഞ ഒരു തരത്തിലും കോൺഗ്രസ് പാർട്ടിയിലെ ഒറ്റ നേതാക്കാരെ ഇവര് വിടാതെ പിന്തുടരുകയാണ്. പക്ഷെ നിരവധി കമന്റുകൾ ഭയങ്കര രസമാണ്. ഏതായാലും ഈ ഒരു ഷാഫിക്ക് നേരെയുള്ള ഈ ഒരു ആക്രമണം അത് പല പ്രശ്നങ്ങളും വഴിതിരിച്ചു വിടാനുള്ള ശബരിമല അടക്കം ഇന്നിപ്പോൾ ഭരണസമിതി വരെ പെട്ടിട്ടുണ്ട്, മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വഴിതിരിച്ചു വിടാനുള്ള ഒരു നീക്കമാണ്. പക്ഷെ അതിൽ ഈ പറഞ്ഞോണം പിണറായി വിജയൻ ഓടുകയാണ്, നെട്ടോട്ടം ഓടുകയാണ്, എങ്ങും എത്താത്ത രീതി ഓടുകയാണ്. ഒരുപക്ഷെ പിണറായി സർക്കാരിന് കിട്ടിയ വലിയൊരു കണ്ടവശിനി അടിയൊക്കെ തന്നെയാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും സംഭവിക്കാനുള്ളത്. എന്തായാലും ചൊവ്വ അധികം ദിവസങ്ങളില്ലല്ലോ, എന്തായാലും വരട്ടെ, നോക്കാം അല്ലേ ഈ വിഷയങ്ങളുടെ ഒരു മാറ്റം എങ്ങനെയാണ്. നമസ്കാരം.